കൊല്ലം തേവലക്കരയിൽ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികളെ പ്രതി ചേർക്കും. മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്ക് പോലീസ് ശേഖരിച്ചു. ജീവനക്കാരുടെയും അധ്യാപകരുടെയും രക്ഷാപ്രവർത്തനം നടത്തിയവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ചുമതല. മിഥുന്റെ മരണത്തിന് കാരണമായ വൈദ്യുതി ലൈൻ കഴിഞ്ഞ രാത്രി KSEB ഉദ്യോഗസ്ഥർ അഴിച്ചുമാറ്റി. വിദ്യാഭ്യാസ വകുപ്പിന്റെ നോട്ടീസിൽ സ്കൂൾ മാനേജ്മെന്റ് അടുത്ത ദിവസം മറുപടി നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. അപകടത്തിനു പിന്നാലെ അടച്ച സ്കൂൾ തിങ്കളാഴ്ച തുറക്കും. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, തേവലക്കരയിൽ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികളെ പ്രതി ചേർക്കും എന്ന് തന്നെയാണോ അറിയാൻ കഴിയുന്നത്? തീർച്ചയായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നത് ഈ മാനേജ്മെന്റിനെതിരെയുള്ള ആരോപണങ്ങൾ തന്നെയാണ്. കാരണം കൃത്യമായുള്ള പരിശോധനകൾ നടത്താതെ കുട്ടികളുടെ സുരക്ഷ അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും മാനേജ്മെന്റ് ചെയ്തിരുന്നില്ല എന്നുള്ള ആരോപണം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടമുണ്ടായതിന് പിന്നാലെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റാണ് ഈ സ്കൂളിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിലെ നടപടി എന്ന വണ്ണം പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം മാനേജ്മെന്റിനെതിരെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നടപടിയും എടുക്കാത്തതിൽ വലിയ പ്രതിഷേധം പിന്നാലെ ഉയർന്നു. എന്തായാലും അന്വേഷണ സംഘം ഈ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. മാനേജ്മെന്റ് ഭാരവാഹികളെ, അതായത് വിവിധ കാലയളവിലുണ്ടായിരുന്ന മാനേജ്മെന്റ് ഭാരവാഹികളെ ഇതിൽ പ്രതി ചേർക്കുമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ ഷെഡ് നിർമ്മിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഈ മാനേജ്മെന്റിലുള്ള ഭാരവാഹികളുണ്ട്. അപ്പോൾ അവരെയും കൂടെ പ്രതി ചേർക്കാനാണ് തീരുമാനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം, അതായത് ശാസ്താംകോട്ട SHO ആണ് ഈ അന്വേഷണ സംഘത്തിൽ ചുമതല. DYSPയുടെ മേൽനോട്ടത്തിൽ 3 SIമാരും അതോടൊപ്പം തന്നെ CPOമാരും അടങ്ങുന്ന അന്വേഷണ സംഘം ഈ മിനിറ്റ്സ് ബുക്ക് അടക്കം പരിശോധിച്ചിട്ടുണ്ട്. അതായത് ഈ മാനേജ്മെന്റിന്റെ മിനിറ്റ്സ് അടക്കം ശേഖരിച്ചു, അതിലെ വിവരങ്ങൾ ശേഖരിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അധ്യാപകരുടെയും രക്ഷാപ്രവർത്തനം നടത്തിയ ജീവനക്കാരുടെയും ഈ സഹപാഠികളുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തിയാകും പോലീസ് ഈ അന്വേഷണം നടത്തുക. ഏതായാലും നടപടി സ്കൂൾ മാനേജ്മെന്റിനെതിരെ മാത്രമല്ല ഈ KSEBക്കെതിരെയും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് KSEB ഉദ്യോഗസ്ഥരുടെ നിസ്സംഗത അത് തന്നെയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടാകാനുള്ള കാരണം. ഈ ഒരു സ്ഥലത്ത് റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഈ വൈദ്യുത ലൈൻ താഴ്ന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടും. ആ ഷെഡിന് മുകളിലൂടെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടും. എന്നാൽ അത് മാറ്റുവാനുള്ള ഒരു നടപടിയും ചെയ്തില്ല. കുട്ടി മരിച്ച് സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഈ വൈദ്യുത ലൈൻ അഴിച്ചു മാറ്റിയത്. അത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം. ഈ ഒരു നടപടി നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട്. സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഈ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിലാണ് ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ ഈ മാനേജ്മെന്റിന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ്. അതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം മാനേജ്മെന്റ് നൽകുന്നുണ്ടോ, നാളെയോടുകൂടി നൽകുമെന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ ആ വിശദീകരണം എന്താണെന്ന് പരിശോധിച്ച ശേഷം വകുപ്പ് തല നടപടി ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും പോലീസ് ഇവരെയൊക്കെ പ്രതി ചേർത്തായിരിക്കും കേസെടുക്കുക. രോഹിണി. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.